ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതമധുരം ചാനൽ. ഇന്ന് വന്നിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ നമ്പർ വേൾഡ് സംഖ്യാലോകം എന്ന പാഠഭാഗത്തിലെ ചില പ്രവർത്തനങ്ങളുമായിട്ടാണ്. അപ്പം എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് നോക്കണ്ടേ? ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലേ? വീഡിയോ ലെങ്ത് കൂടണ്ട എന്ന് വിചാരിച്ച് ഞാനിവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ 1 അല്ലേ, 1 നമുക്കറിയാം 1. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഈ 1ന്റെ സ്ഥാനം 0 വന്നിരിക്കുന്നത്. 1 ഇപ്പുറത്തേക്ക് മാറി. അപ്പൊ 1 എന്നുള്ളത് എത്രയായിട്ട് മാറി? 10 ആയിട്ട് മാറി. ഒരു സ്ഥാനം കൂടെ ഇടത്തോട്ട് മാറിയപ്പോൾ എന്തായിട്ട് മാറി? 100 ആയിട്ട് അല്ലേ? പിന്നെയും ഒരു സ്ഥാനം ഇടത്തോട്ട് മാറിയപ്പോൾ എത്രയായി? 1000 ഒരു സ്ഥാനം കൂടെ ഇടത്തോട്ട് മാറിയപ്പോഴോ 10,000 10,000 ആയിട്ട് മാറി. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? നമുക്കറിയാം, സംഖ്യകൾ ഇടത്തോട്ട് നീങ്ങും തോറും, ഇടത്തോട്ട് ഓരോ സ്ഥാനം നീങ്ങും തോറും അതിന്റെ വില എന്താണ്? 10 മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഒരു സംഖ്യകൾ ഇടത്തോട്ട് നീങ്ങും തോറും 10 മടങ്ങ് വലുതായി വലുതായി വരുന്നു. അതായത് every time the digit 1 shifts one place to the left, it becomes 10 times as large. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ 10,000 വരെ എഴുതിയില്ലേ? ഒരു സ്ഥാനം കൂടെ ഇടത്തോട്ട് മാറി എന്തായിട്ട് മാറും? അറിയാവോ നിങ്ങൾക്ക്? നോക്കാം. 1, 10, 100, 1000, 10,000. ഒരു സ്ഥാനം കൂടെ ഇടത്തോട്ട് മാറുമ്പോൾ ഇവിടെ 4 0, ഇവിടെ 5 0. എന്തായിട്ട് മാറുന്നു? ലക്ഷം, ലാക്ക്. എന്താ വരുന്നത്? ലക്ഷം, LAKH, ലാക്ക് എന്ന് ഇംഗ്ലീഷിൽ വായിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സ്ഥാനം കൂടെ ഇടത്തോട്ട് മാറിയാല് എന്താണ് സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കും? ഇവിടെ 10 lakh ആയിട്ട് മാറും. അതായത് 10 ലക്ഷം, 10 ലക്ഷം. ഇവിടെ എന്തായിട്ട് മാറും? 10 lakh ആയിട്ടാണ് മാറുന്നത്. ഒരു സ്ഥാനം കൂടെ ഇടത്തോട്ട് മാറിയാലോ കോടി, ക്രോർ ആയിട്ട് മാറും. എങ്ങനെയാ പറയുന്നത്? കോടി. അപ്പൊ ക്രോർ, CRORE, ക്രോർ എന്നായിട്ട് മാറും. കുട്ടികൾക്ക് മനസ്സിലായോ? തോന്നാ ഇനിയും പൂജ്യങ്ങൾ ചേർന്നാലോ? ഇനിയും പൂജ്യങ്ങൾ ചേർന്നാൽ നമ്മളിവിടെ 10 lakh കഴിഞ്ഞ് ക്രോർ കഴിഞ്ഞ് 10 കോടി, 10 crore, 100 കോടി, 100 crore ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ ഇതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ രീതിയിലല്ല പറയുന്നത്. അതും നമുക്കൊന്ന് അറിയണ്ടേ? ഇനി വിദേശ രാജ്യങ്ങളിൽ വിളിക്കുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്കറിയാം 100,000. 100,000 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ലക്ഷം. 1 ലക്ഷത്തെയാണ് 100,000 എന്ന് പറയുന്നത്. 100,000 ഇങ്ങനെയാണ് വിദേശ രാജ്യങ്ങളിൽ വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഇവിടെ നോക്കാം. ഇത് 10 ലക്ഷമാണ് നമ്മൾ പറയുന്നത്. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ പറയുന്നത് മില്യൺ, മില്യൺ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമ്മളുടെ ഭാഷ കോടിയാണ്. പക്ഷെ വിദേശ രാജ്യങ്ങളില് 10 മില്യൺ എന്നാണ്, 10 മില്യൺ എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് നമ്മളുടെ ഭാഷ 10 കോടിയാണ്. പക്ഷെ 100 മില്യൺ, അതായത് 100 മില്യൺ എന്നാണ് വിദേശത്ത് പറയുന്നത്. അടുത്തത് ഇവിടെ നോക്കാം. നമ്മൾ പറയും 100 കോടി. അപ്പൊ ഇവിടെ പറയുന്നത് ബില്യൺ, ബില്യൺ. മനസ്സിലായോ? ഇവിടെ 100 കോടിയായി. അപ്പൊ നമ്മൾ പറയും അടുത്തത് 1000 കോടി. അപ്പൊ അതിന് പറയും 10 ബില്യൺ. മനസ്സിലായില്ലേ? പിന്നെ ഒരു പൂജ്യം കൂടെ ചേർന്നാൽ 10,000 കോടിയാവും. അപ്പൊ അതിന് പറയും 100 ബില്യൺ. 100 ബില്യൺ ആയി കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക പേരുണ്ട്, ട്രില്യൺ എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളൊക്കെ ചോദിക്കും, എന്തിനാ ഈ ഇടങ്ങേറ് പിടിച്ച പേരുകളൊക്കെ പറയുന്നത്? നമ്മുടെ ജനസംഖ്യയായിട്ട് പറയുമ്പോ, ലോക ജനസംഖ്യയൊക്കെ ആയിട്ട് പറയുമ്പോൾ ഈ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തന്നത്. ഓക്കെ ആയോ? ലോകം മുഴുവനുള്ള ജനസംഖ്യ പറയുന്നത് 800 കോടിയാണ്. 2011 സെൻസസ് പ്രകാരമാണ്. അതായത് 8 ബില്യൺ ഒക്കെ വരും. ഇങ്ങനെയൊക്കെ പോയാല് ഒന്നിനു ശേഷം ഒരു 100 പൂജ്യം വരുന്ന സംഖ്യക്ക് പറയുന്ന പേരെന്താണ്? ഗൂഗിൾ ഒന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ റൈറ്റ് സൈഡിലുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കുക, അതിന്റെ വിവരണങ്ങളുണ്ട്. ഞാൻ വീഡിയോ ലെങ്ത് കൂടുന്നുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. അടുത്ത ഭാഗം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്താലോ? നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ എഴുതി ഒന്ന് ഗുണിക്കുക. ഇവിടെ നോക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. 1 2 2 23 6 6 4 24 24 5 എനിക്കറിയാം 120 ആണ്. ഗുണിക്കണം 6 7 എത്രയാ വരിക? 42. ഗുണിക്കണം 8 9 72.
ഇത് നിങ്ങളൊന്ന് ഗുണിച്ചു നോക്കുക. എനിക്കിവിടെ സമയം പോകുന്നത് കൊണ്ട് ഞാൻ ഗുണിക്കുന്നില്ല. എനിക്കിതിന്റെ ആൻസർ അറിയാം. ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 3,62,880 കിട്ടുന്നത്. ഇത് വായിക്കാൻ പഠിക്കണം അല്ലെ? ഇത് വായിക്കണമെങ്കിൽ ശ്രദ്ധിച്ചു നോക്കാം. ഒറ്റ 10 100 1000 10,000 ലക്ഷം. നോക്കൂ, 3,62,880. നമുക്ക് മറ്റൊരു രീതിയിലും കൂടെ നോക്കാം. ഇവിടെ നോക്കാം. ആദ്യത്തത് 3 ആണെന്ന് നമുക്കറിയാം. ഇതെങ്ങനെയാ വായിക്കുന്നത്? 36, 36. ഇനി അടുത്തത് ഒരു 2 കൂടെ കൂടിയാൽ 362, 362. അടുത്തത് നോക്കിക്കഴിഞ്ഞാലോ, ഇതെങ്ങനെയാ വായിക്കുക? നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഇവിടെ ഒറ്റ 10 100 അല്ലെ? 3000 ആണ്. 3628, 3628 ആണ് വരുന്നത്. അടുത്തതോ നിങ്ങള് വായിച്ചു നോക്കുക. നോക്കൂ എങ്ങനെയാണ്? ഒറ്റ 10 100 കഴിഞ്ഞു, 1000 10,000, 36,288, 36,288. ഇനി ഒരു 0 കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് വായിക്കുക? നമുക്കറിയാം. ഒറ്റ 10 100 1000 10,000 ലക്ഷം. 3,62,880. അതായത് 3,62,880. എങ്ങനെയാണോ വായിക്കുന്നത് അത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് കൃത്യമായി എഴുതി വെക്കുക. ഇവിടെ നമുക്കറിയാം, ഈ 3 ഞാൻ എഴുതി കഴിഞ്ഞാൽ 3 വൺസിന്റെ സ്ഥാനത്താണ്, ഒറ്റയുടെ സ്ഥാനത്ത്. ഇനി ഇവിടേക്ക് വന്നപ്പം ഈ 3 എങ്ങോട്ടേക്ക് പോയി? ടെൻസിന്റെ സ്ഥാനത്തേക്ക്, അതായത് 10ന്റെ സ്ഥാനത്തേക്ക്. ഇങ്ങോട്ട് വന്നപ്പോ ഇങ്ങനെ ഒറ്റ 10 100 ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ് അല്ലെ? അത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളമൊക്കെ ഉണ്ട്. ആ കോളമൊക്കെ വരച്ചിട്ട് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഓക്കെ. ഇനി അടുത്ത പറയുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് 1 ഡിജിറ്റ് നമ്പേഴ്സ്, അതായത് ഒരക്ക സംഖ്യ എന്ന് പറയുന്നത്. ഒരക്ക സംഖ്യ 1 മുതൽ 9 വരെ. മലയാളം മീഡിയത്തിൽ 1 മുതൽ 9 വരെ, ഇംഗ്ലീഷ് മീഡിയത്തിൽ 1 to 9. ഇനി അങ്ങനെയാണെങ്കിൽ 2 ഡിജിറ്റ് നമ്പേഴ്സ്, 2 അക്ക സംഖ്യ എന്ന് നിങ്ങൾ എഴുതിയിട്ട് എഴുതുക. 10 to 99, അതായത് 10 മുതൽ 99 വരെ. ഏറ്റവും ചെറിയ 2 അക്ക സംഖ്യ 10ഉം ഏറ്റവും വലിയ 2 അക്ക സംഖ്യ 99ഉമാണ്. അപ്പൊ എനിക്കൊരു സംശയം, ആകെ എത്ര 2 അക്ക സംഖ്യകൾ ഉണ്ടാവും? ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, ബാക്കി നിങ്ങൾ കണ്ടെത്തുക. ആകെ എത്ര 2 അക്ക സംഖ്യകൾ ഉണ്ടാവും? നമ്മൾ പറയും 99. ആണോ? അല്ല. 10 മുതൽ 99 വരെയുള്ളൂ 2 അക്ക സംഖ്യകൾ. അങ്ങനെയാണെങ്കിൽ 99ൽ നിന്ന് ഒരക്കം വരെ വരുന്ന വലിയ സംഖ്യ 9 ആണ്. ഈ 9 അങ്ങോട്ട് കുറയ്ക്കുക. അപ്പൊ എത്ര 2 അക്ക സംഖ്യകൾ ഉണ്ടാവും? 90 2 അക്ക സംഖ്യകൾ. അങ്ങനെയാണെങ്കിൽ 3 ഡിജിറ്റ് നമ്പേഴ്സ്, 3 അക്ക സംഖ്യകള് എവിടെന്നാ വരിക? 100 ഏറ്റവും ചെറുത് വരിക, വലുത് വരുന്നത് 999. അങ്ങനെയാണെങ്കിൽ ആകെയുള്ള 3 അക്ക സംഖ്യകളുടെ എണ്ണം നമുക്കറിയാം. ഏറ്റവും വലിയ സംഖ്യ 999 ആണ്. അതിൽ നിന്ന് എന്ത് ചെയ്യണം? 1 മുതൽ 2 അക്കങ്ങളുള്ള ആകെ ഏറ്റവും കൂടുതലുള്ളത് എത്രയാണ്? 99 ആണ് അല്ലെ? 99 കഴിഞ്ഞാൽ 3 അക്കത്തിലേക്ക് കയറി. അപ്പൊ 99 വരെയുള്ള സംഖ്യകൾ അങ്ങോട്ട് മൈനസ് ചെയ്യാം. 99 വരെ മൈനസ് ചെയ്താൽ എത്ര വരും? 900 3 അക്ക സംഖ്യകളാണ് വരിക. ഇതേ രീതിയിൽ ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കുക. ഇനി അടുത്ത് നോക്കാം. 4 ഡിജിറ്റ് നമ്പേഴ്സ് ഏതിനൊക്കെയാ വരിക? 4 അക്ക സംഖ്യകള് 1000നും ഏറ്റവും വലുത് 9999 ആണ്. അങ്ങനെയാണെങ്കിൽ 5 ഡിജിറ്റ് നമ്പേഴ്സ് ഏതാ വരിക? ഏറ്റവും ചെറുത് 10,000, വലുത് 99,999. ഇനി 6 ഡിജിറ്റ് നമ്പേഴ്സ്, 6 അക്ക സംഖ്യ വായിച്ചു തുടങ്ങുന്നത് ലക്ഷത്തിൽ നിന്നാണ്. ഏറ്റവും ചെറുത് ലക്ഷമാണ്. പിന്നെ ഏറ്റവും വലുത് 9,99,999. ഇനി അങ്ങനെയാണെങ്കിൽ 7 ഡിജിറ്റ് നമ്പേഴ്സ്, ഏറ്റവും ചെറുത് 10 ലക്ഷമാണ്. അത് തുടങ്ങിയിട്ട് ഏറ്റവും വലുത് ഏതാ വരിക? 99,99,999. ഇവിടെയൊക്കെ വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാതെ കോമ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം. ഒറ്റ 10 100, ഇവിടെ 1000, ഇവിടെ നോക്കൂ 9,000 അല്ലെ? 9,000 എന്നാണ് വായിക്കുക.
അങ്ങനെ വരുമ്പോ ഇവിടെ വരുമ്പോ എന്താണ് വായിക്കുക? 10,000. ഇവിടെ വരുമ്പോഴോ ലക്ഷം. 6 അക്കങ്ങൾ വരും, 5 പൂജ്യവും വരും. അപ്പൊ ഇവിടെ എങ്ങനെയാ വായിക്കുക? ലക്ഷം എന്നാണ് വായിക്കുക. ഇവിടെ വായിക്കുന്നത് 7 ഡിജിറ്റ് നമ്പേഴ്സ് ആകുമ്പോൾ വായിക്കുന്നത് 10 ലക്ഷം എന്നാണ്. അക്കങ്ങള് എന്ത് ചെയ്യണം? സംഖ്യകൾ നിങ്ങൾ ഓമയിട്ട് വായിക്കുക. ഓക്കെ ആണല്ലോ. അടുത്തത് പേജ് നമ്പർ 25 1, 2, 3 കണക്കുകളുണ്ട്. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ എഴുതുക. കണക്കിൽ എപ്പോഴും ഡേറ്റ് ഇടണം, ചോദ്യം എഴുതണം, പേജ് നമ്പർ എഴുതണം. അപ്പൊ ചോദ്യം എഴുതിയതിന് ശേഷം ഞാൻ എഴുതിയതുപോലെ എഴുതണം. ഇവിടെ ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരവും ഏറ്റവും കൂടിയ ദൂരവും തന്നിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് വായിക്കുന്നത്, എങ്ങനെ എഴുതും, നമുക്കൊന്ന് നോക്കാം. ഇവിടെ കുറഞ്ഞ ദൂരം മലയാളം മീഡിയത്തിലെയും ഇംഗ്ലീഷ് മീഡിയത്തിലെയും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് രണ്ടും എഴുതിയത്. കുറഞ്ഞ ദൂരം, മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് വായിക്കണം. നമുക്കിവിടെ ഒന്ന് കോമ ഇടാം. 1, 10, 100, 1000, 10,000. അപ്പൊ ഇവിടെ ലക്ഷമാണ്. അപ്പൊ ഇത് വായിക്കാം, നോക്കിക്കോളൂ. 3,56,569 അതാണ് അവിടെ എഴുതിയത്. ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികളെ ശ്രദ്ധിക്കുക. 3,56,569. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കൂടിയ ദൂരം, മാക്സിമം ഡിസ്റ്റൻസ്, നമുക്കിവിടെ കോമ ഇടാം. 1, 10, 100, 1000, 10,000. ഇവിടെ ലക്ഷമാണ്. അപ്പൊ 4,00,000 ഇവിടെ പൂജ്യമാണ്, അതുകൊണ്ട് അത് വേണ്ട. 4,06,458 ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷില് 4,06,458 ആണ് വരുന്നത്. അത് കൃത്യമായിട്ട് വായിച്ച് പറഞ്ഞുകൊണ്ട് എഴുതുക. ഓക്കെ ആണല്ലോ. രണ്ടാമത്തത് നോക്കാം. രണ്ടാമത്തെ ചോദ്യം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ജനസംഖ്യയും തന്നിട്ടുണ്ട്, ഇന്ത്യയിലെ ജനസംഖ്യയും തന്നിട്ടുണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ എഴുതണം, വായിക്കണം. നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നിരിക്കുന്നത് പോപ്പുലേഷൻ ഓഫ് കേരള, കേരളത്തിലെ ജനസംഖ്യ. 1, 10, 100, 100 കഴിഞ്ഞ് അവിടെ കോമയിട. പിന്നെയോ 1000, 10,000, ലക്ഷം, 10 ലക്ഷം. അത് കഴിഞ്ഞ് നമ്മൾ ഇതിട്ടു, കോമയിട്ടു അല്ലെ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ ലക്ഷം കഴിഞ്ഞു അല്ലെ. 3 കോടി, 3 കോടി. ഇത് ഒരുമിച്ചെടുക്കാം. 34,10,000 സ്ഥാനത്ത് ഇവിടെ ഇല്ല, അതുകൊണ്ട് 6,061. അതായത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? 3,34,06,061. ഓക്കെ ആയോ? വൺസിന്റെ സ്ഥാനം ടെൻസ്, 100. പിന്നെയോ 1000, 10,000, ലാക്ക്, 10 lakh, crore. ഓക്കെ ആണല്ലോ. അത് കൃത്യമായിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളവർ ഇംഗ്ലീഷിൽ എഴുതി വെക്കുക, മലയാളം മീഡിയത്തിലുള്ളവർ മലയാളത്തിൽ എഴുതി വെക്കുക. അപ്പൊ ഇനി അടുത്തത് ഇന്ത്യയിലെ ജനസംഖ്യയാണ്. നോക്കൂ, ഇവിടെ കേരളത്തിലെ ജനസംഖ്യയേക്കാൾ കൂടുതലായിരിക്കും ഇന്ത്യയിലെ ജനസംഖ്യ. നമുക്കൊന്ന് നോക്കാം. പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയിലെ ജനസംഖ്യ നോക്കൂ. 1, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി. ഇവിടെ നമ്മൾ ഇവിടം വരെ ഗ്രൂപ്പാക്കി, പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഗ്രൂപ്പാക്കിയിട്ടില്ല. ബാക്കിയുള്ളതെല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് കോടിയായിട്ടാണ് വായിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് മലയാളത്തിലൊന്ന് വായിച്ചു നോക്കാം. 121,80,54,977. അപ്പൊ ഇംഗ്ലീഷിൽ എങ്ങനെ വായിക്കും? 121,8,54,977. ഇനി അതല്ലെങ്കിൽ ഇങ്ങനെയും നമുക്ക് വായിക്കാം. കോടികൾ ഒരുമിച്ചാണ്. 121,8,54,977. അപ്പൊ കൂട്ടുകാർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഇനി ഒരു ചോദ്യം കൂടിയുണ്ട് അതിനകത്ത്. മൂന്നാമത്തെ ചോദ്യം, ദ പ്രൊഡക്റ്റ് ഓഫ് ഓൾ ദ നമ്പേഴ്സ് ഫ്രം 1 to 11, അതായത് 1 മുതൽ 11 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലം. ഞാൻ ആ സംഖ്യ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒന്നും കൂടെ എടുത്ത് വായിക്കാം, എഴുതാം. ഇതാണ് സംഖ്യ കിട്ടുന്നത്.
പക്ഷെ നമുക്കിതൊന്ന് വായിക്കണം. എങ്ങനെ വായിക്കാം? ഞാൻ കുറച്ച് വലുതാക്കി ഇവിടേക്ക് എഴുതിയിട്ടുണ്ട്. ഇവിടെ 1s, 10s, 100, 1000, 10,000, lakh, 10 lakh, crore അല്ലേ? ഒറ്റ, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി. മലയാളത്തിൽ ആദ്യം നോക്കാം. 3,99,16,800. ഇംഗ്ലീഷിലോ 3,99,16,800. നമുക്കറിയാം ആദ്യത്തെ 1s, 10s, 100 ഒരുമിച്ച് ചേർത്ത് വായിക്കാം. പിന്നെ 2 വീതമാണ് നമ്മൾ ഗ്രൂപ്പ് ആക്കുന്നത്. പക്ഷേ കോടി വെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉള്ളത് ഒരുമിച്ച് ചേർത്ത് വായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്കറിയാം കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി പോയെങ്കിലാണ് നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഗണിത പഠനം കൂടുതൽ ആസ്വദിക്കാൻ പറ്റുള്ളൂ. സംഖ്യകളുമായി കൂട്ടുകൂടാൻ നിങ്ങളും പഠിക്കുക. ഓക്കെ ആണല്ലോ? ഇതിന്റെ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ലവ് യു ഓൾ. ബൈ.